UDFന് അകത്തും പുറത്തും കടുത്ത എതിർപ്പുകളൊക്കെ ഉയർന്നിട്ടും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവെന്ന നിലപാടിൽ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ബുധനാഴ്ച നിയമസഭയിൽ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ധനവിനിയോഗ ബില്ലിൽ നികുതി ഇളവ് നിർദ്ദേശവും ഉൾപ്പെടുത്താനാണ് തീരുമാനം. ബജറ്റ് പാസായ ശേഷമായിരിക്കും UDFിലും കോൺഗ്രസിലും വിഷയം ചർച്ചയാകുക. സതീശന്റെ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടിനോട് എതിർപ്പറിയിച്ച കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷികളും വഴങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം തേടുകയാണ് ഇന്നത്തെ ന്യൂസ് ആംഗിളിൽ. വിശകലനങ്ങളുമായി എനിക്കിപ്പം ഉള്ളത് നമ്മുടെ അർജുൻ രാജാണ്. അർജുൻ, ഗുഡ് മോർണിംഗ്. നിലവിൽ ഒരു നികുതി ഘടന നിശ്ചയിക്കുകയാണ് ഇതിന് ചെയ്തിരിക്കുന്നത്. അത് ധനമന്ത്രിയുടെ വിവേചന അധികാരമാണ്, ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലരൊക്കെയെങ്കിലും ആ വഴിക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എം ലിജു ആവട്ടെ, കെ മുരളീധരനാകട്ടെ, അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ ആകട്ടെ, ഒക്കെയും ഏറെക്കുറെയൊക്കെ ആ ഒരു നികുതിയുടെ കാര്യത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ UDFിനകത്ത് ഇതിൽ ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനി ചർച്ചയ്ക്കെടുക്കാനിരിക്കുന്നതേയുള്ളൂ. ഈ വിഷയമൊക്കെ ഇത്രയും വിവാദമാകുമ്പോഴും അതിൽ ഒരു തിരുത്തലിന് എന്തുകൊണ്ടാണ് അർജുൻ മുഖ്യമന്ത്രി പോകാത്തത്? ഈ വിഷയം എങ്ങനെയാണിപ്പോൾ UDFിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. വലിയ വിവാദം ഉയർന്നിട്ടും ഏതെങ്കിലും തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് എന്ന നിലപാടിൽ നിന്ന്, പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ചയാണ് നിയമസഭയിൽ ധനവിനിയോഗ ബില്ല് അവതരിപ്പിക്കുന്നതും പാസ്സാക്കുന്നതും. ആ ബില്ലിൽ ഈ നികുതി നിർദ്ദേശം അടക്കം ഉൾപ്പെടുത്താനാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതായത് UDF യോഗം ചേർന്നുകൊണ്ടായിരിക്കും ഈ തീരുമാനമെടുക്കുക. നികുതി ഇളവ് വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ വാഗ്ദാനം. പക്ഷേ അങ്ങനെയല്ല. അത് UDFിൻ്റെ യോഗം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ നികുതി നിർദ്ദേശം ബജറ്റിൽ ധനവിനിയോഗ ബില്ലിൽ ഇടം പിടിക്കുകയാണ്. അത് പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നീട് നടപടിക്രമങ്ങളിലേക്ക് പോയാൽ മാത്രം മതി. ഇപ്പോൾ മുഖ്യമന്ത്രി വിചാരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് ഇങ്ങനെ ഈ നിയമസഭാ സമ്മേളനം കഴിയട്ടെ, അതിനുശേഷം UDFിൽ ചർച്ച ചെയ്തുകൊണ്ട് മദ്യനയം തീരുമാനിക്കാം. ഒരു പക്ഷേ ഈ പറയുന്ന എതിർപ്പുന്നയിച്ച നേതാക്കളെയും ഘടകകക്ഷികളെയും ഒക്കെ സമവായത്തിലേക്ക് എത്തിക്കാമെന്നൊരു നിലപാടിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയിട്ടുള്ളത്. പല വിഷയങ്ങളും ഈ സർക്കാർ വന്നതിന് ശേഷം പിന്നോട്ട് പോയി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിന്നോട്ട് പോയി എന്നുള്ളൊരു വ്യാഖ്യാനം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത്തരത്തിലൊരു നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ വിവാദങ്ങൾക്ക്, വിമർശനങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് വി.ഡി. സതീശന് ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ആ നിലപാടിൽ തന്നെ തുടർന്നു പോവുക എന്നതാണ് വി.ഡി. സതീശൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഈ കടുത്ത നിലപാടിനോട് വഴങ്ങുമോ ഘടകകക്ഷികളും മറ്റ് കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും എന്നതാണ് ചോദ്യം. വി.ഡി. സതീശൻ, VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ വിഷയത്തിൽ നിന്ന്, ഈ നികുതി ഇളവ് നൽകാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന ആവശ്യം ഏറ്റവും ശക്തമായി തന്നെ ഉന്നയിക്കുന്നത്. മുസ്ലിം ലീഗിനും സമാനമായിട്ടുള്ള നിലപാടാണ്. UDFിനെ പിന്തുണച്ച തെരഞ്ഞെടുപ്പിലൊക്കെ അവർക്ക് സഹായം ചെയ്ത ഒരുപാട് സാമുദായിക സംഘടനകളും മതസംഘടനകളും ഒക്കെ ഉണ്ട്. അവർക്കും ഈ വിഷയത്തിൽ സർക്കാർ പിന്തിരിയണം, നിലപാട് മാറ്റണം എന്ന നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും വി.ഡി. സതീശൻ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നില്ല. ഈ പറയുന്ന എതിർപ്പ് ഉന്നയിച്ചവരെയൊക്കെ പിന്നീട് സമവായത്തിലേക്ക് എത്തിക്കാം എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചു കഴിഞ്ഞു. അതിലേക്ക് ആ തീരുമാനം അംഗീകരിക്കുമോ ഘടകകക്ഷികളും കോൺഗ്രസ് നേതാക്കളും എന്നുള്ളതായിരിക്കും ഇനി ഈ വിവാദത്തിന്റെ തുടർ നീക്കം എന്ന നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുക. ഓക്കെ അർജുൻ, ശരി, വിശകലനങ്ങൾ നടത്തുകയായിരുന്നു അർജുൻ.